വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് അവർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതിൻ്റെ ബാലൻസ് ആയിട്ട് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അവാർഡ്സ് ഓർ റെക്കഗ്നിഷൻ ഓഫ് ശ്രീകാന്ത് ബോല. ശ്രീകാന്ത് ബോലയ്ക്ക് കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷന് ലഭിച്ചിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവാർഡ്സ് ഏതൊക്കെയാണെന്നാണ് ഒറ്റനോട്ടത്തിൽ. ഐ ഹാവ് ഗിവൺ ഹിയർ some of the awards, notable awards. Pratibha Excellence Award from Chief Minister of Andhra Pradesh. ആന്ധ്രാപ്രദേശിലെ ചീഫ് മിനിസ്റ്ററിൽ നിന്ന് അദ്ദേഹത്തിന് പ്രതിഭ എക്സലൻസ് അവാർഡ് 2007 ലഭിക്കുന്നു. ദെൻ ഡിസ്റ്റിംഗ്വിഷ്ഡ് യൂത്ത് സർവീസ് അവാർഡ്സ് ഫ്രം ഡോക്ടർ ജെ ബാബു റെഡ്ഡി ഇൻ 2010. 2010 ഡോക്ടർ ജെ ബാബു റെഡ്ഡിയിൽ നിന്ന് ഡിസ്റ്റിംഗ്വിഷ്ഡ് യൂത്ത് സർവീസ് അവാർഡ്. ദെൻ യൂത്ത് ലീഡർഷിപ്പ് അവാർഡ് ന്യൂ ജേഴ്സി അസംബ്ലിമാനിൽ നിന്ന് 2011 യൂത്ത് ലീഡർഷിപ്പ് അവാർഡ് ലഭിക്കുന്നു. ബെസ്റ്റ് യൂത്ത് ലീഡർ അവാർഡ് ഫ്രം ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇൻ 2012. 2012 നമ്മുടെ മുൻ പ്രസിഡന്റ്, ഇന്ത്യയുടെ പ്രസിഡന്റിൽ നിന്ന് സ്വീകരിക്കുന്നു. ഫോബ്സ് 30 അണ്ടർ 30 ഏഷ്യ ലിസ്റ്റ് അദ്ദേഹം ഉൾപ്പെടുന്നു. ഫോബ്സ് ഇതൊരു ബിസിനസ് ജേർണലിസ്റ്റ് ആണ്, അവർ നൽകുന്ന അവാർഡാണ് ഫോബ്സ് 30 അണ്ടർ ഏഷ്യ ലിസ്റ്റ്. ഒരു 30 വയസ്സിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റിന് നൽകുന്ന അവാർഡാണ്. അതിൽ അദ്ദേഹം ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. 2017 അദ്ദേഹത്തിന് അങ്ങനെ അവാർഡ് ലഭിച്ചു. ധാരാളം അവാർഡുകൾ, ഏതാണ്ട് 15ഓളം അവാർഡുകൾ അദ്ദേഹം ഇതിനിടയിൽ നേടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറേ അവാർഡുകൾ മാത്രം ഞാനിവിടെ സൂചിപ്പിച്ചതേ ഉള്ളൂ. നെക്സ്റ്റ്, ശ്രീകാന്ത് ബോലാസ് മെന്റേഴ്സ് ആൻഡ് ഗൈഡ്സ്. നമ്മൾ മെന്റേഴ്സ് ആൻഡ് ഗൈഡ്സ്, ശ്രീകാന്ത് ബോലാസ് മെന്റേഴ്സ് ആൻഡ് ഗൈഡ്സ് ഹാവ് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഹിസ് സ്റ്റഡി. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ, ജീവിതയാത്രയിൽ എടുത്തു പറയത്തക്ക നല്ല റോളുകൾ അദ്ദേഹത്തിൻ്റെ ഗൈഡും അതുപോലെ തന്നെ ഉപദേഷ്ടാക്കളും നൽകിയിട്ടുണ്ട്. സം നോട്ടഡ് വൺസ് ആർ ഡോക്ടർ APJ അബ്ദുൽ കലാം. അതിലേറ്റവും ശ്രദ്ധേയനായ വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ദെൻ ദേവിക, ഹിസ് ടീച്ചർ, അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപിക. ഷി ഐഡൻറ്റിഫൈഡ് her potential and encouraged and inspired him. Then രത്തൻ ടാറ്റ, അദ്ദേഹത്തിൻ്റെ വ്യവസായ സംരംഭത്തിനും അതുപോലെ തന്നെ തുടർന്നുള്ള യാത്രയിലും രത്തൻ ടാറ്റ അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചു. അതുപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ രവി മാന്ത. ഡോക്ടർ കലാം ഹു ഇൻസ്പയർഡ് ശ്രീകാന്ത് വിത്ത് ഹിസ് വിഷൻ ആൻഡ് പെർസ്യൂറൻസ്. അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹ ബുദ്ധിയെയും അതുപോലെ തന്നെ കാഴ്ചപ്പാടിനെയും വളരെ അധികം ഡോക്ടർ കലാമിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ കൂടുതൽ പ്രചോദനം നൽകിയ വ്യക്തിയായിരുന്നു ഡോക്ടർ കലാം. അതുപോലെ തന്നെ യൂത്ത് ലീഡർഷിപ്പിലൊക്കെ അദ്ദേഹത്തിന് പ്രോജക്റ്റുകൾ നൽകുകയും പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിസ്കഷൻസ് ഡോക്ടർ കലാമുമായിട്ട് ശ്രീകാന്ത് ബോല നടത്തിയിട്ടുണ്ട്. വൺസ് their meeting at രാഷ്ട്രപതി ഭവൻ in 2006 left a lasting impression on Srikanth. 2006 രാഷ്ട്രപതി ഭവനിൽ ചേർന്ന ഒരു സൗഹൃദ സംഭാഷണത്തിൽ ശ്രീകാന്തും ഡോക്ടർ APJ അബ്ദുൽ കലാമും 2006 രാഷ്ട്രപതി ഭവനിൽ വെച്ച് കൂടുന്നു, അല്ലെങ്കിൽ കണ്ടുമുട്ടുകയും അവിടെ വെച്ച് അത് യഥാർത്ഥത്തിൽ ആ കണ്ടുമുട്ടൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓൺ ശ്രീകാന്ത്. ശ്രീകാന്തിൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത, മായ്ക്കപ്പെടാനാവാത്ത ഒരു മുദ്രയായി മാറി. അതാണ് ലെഫ്റ്റ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓൺ ശ്രീകാന്ത്, ഇൻഫ്ലുവൻസിങ് ഹിസ് അപ്രോച്ച് ടു ചലഞ്ചസ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം വെല്ലുവിളികളോടും അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പ്, പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിലും ഉള്ള അദ്ദേഹത്തിൻ്റെ അതിനോടുള്ള ആരംഭിക്കുന്നതിനെക്കുറിച്ചും അത് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുമുള്ള ശ്രീകാന്തിൻ്റെ ഒരു സമീപനം, അദ്ദേഹത്തിൻ്റെ വിഷൻ വല്ലാതെ APJ അബ്ദുൽ കലാമിനെ സ്വാധീനിച്ചു.
ആ മീറ്റിംഗ് എന്ന് പറയുന്നത് മറക്കാനാവാത്ത അല്ലെങ്കിൽ ഒരു മുഖമുദ്രയായിട്ട് അദ്ദേഹം കാണുന്നു, മായ്ക്കാൻ പറ്റാത്ത. ശ്രീകാന്ത് കോൺവെർസേഷൻ വിത്ത് ഡോക്ടർ കലാം. ഓണറബിൾ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ കലാമിൻ്റെ അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണം അദ്ദേഹം ഇങ്ങനെ പ്രകടിപ്പിച്ചു. വേർ ഹി എക്സ്പ്രസ്ഡ് ഹിസ് ഡിസയർ ടു ബിക്കം ഇന്ത്യാസ് ഫസ്റ്റ് വിഷ്വലി ചലഞ്ചഡ് പ്രസിഡന്റ്. ഇദ്ദേഹത്തിൻ്റെ ഈ കഴിവ് കണ്ടിട്ട് അദ്ദേഹം ആഗ്രഹിച്ചതാണ്, ഇന്ത്യയിൽ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരാൾ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അത് ശ്രീകാന്ത് പോലെ ആയിരിക്കും എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ തന്നെ MIT-യിലെ ആദ്യത്തെ അന്തർദേശീയ അല്ലെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ വിഷ്വലി ഇമ്പയർഡ് സ്റ്റുഡന്റ് എന്നുള്ള ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചു. അതുപോലെ തന്നെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരാൾ ഇന്ത്യയിൽ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അതിനുള്ള യോഗ്യത ശ്രീകാന്ത് പോലെക്കുണ്ട്, അദ്ദേഹം ആവണം എന്ന ഒരു ആഗ്രഹം APJ അബ്ദുൽ കലാമിന് ഉണ്ടായിരുന്നു. അപ്പോൾ എത്രമാത്രം സ്വാധീനം ശ്രീകാന്തിൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിലും ശ്രീകാന്തിലുള്ള സ്വാധീനം, ഇവർ പരസ്പരം അവരുടെ ഒരു പരിചയം എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് you understood this mentors and guides led to Srikanth Bola had to become a renowned entrepreneur, then philanthropist and an industrialist. Okay, thank you so much.